സാഹചര്യത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് നടത്തുന്ന കേരള യാത്ര കാസർഗോഡ് ടു തിരുവനന്തപുരം ജനുവരി 1 to 15 ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ കുന്നംക യൂണിറ്റിന്റെ ചുമരെടുത്താണ് നമ്മൾ ഈ കാണുന്നത്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, വളരെ ഭംഗിയായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റി. ഇതുപോലെ കേരളത്തിലെ എല്ലാ യൂണിറ്റിലെയും എല്ലാ ചുമരുകളും കേരള യാത്രയുടെ ഈ എഴുത്തുകൊണ്ട് നിറയണം. അപ്പം ഇത് നമ്മളെ വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്തത് നമ്മുടെ സുധിയേട്ടൻ, നമ്മുടെ നാട്ടിലെ സുധിയേട്ടനാണ്. സുധിയേട്ടനങ്ങളൊക്കെ ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ. എപ്പോഴും മാറ്റിവെച്ച് വിളിച്ച ഉടനെ നമ്മളെ കൂടെ വന്നിട്ട് ചെയ്ത് നമ്മുടെ സുധിയേട്ടനാണ്, നമ്മുടെ നാട്ടിലെ കലാകാരനാണ് സുധിയേട്ടൻ. അപ്പൊ സുധിയേട്ടന്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇതുപോലുള്ള വർക്ക് ചെയ്യാൻ നമ്മളെ സുധിയേട്ടനായിട്ട് ബന്ധപ്പെടാം. അല്ല സുധിയേട്ട, അപ്പൊ സുധിയേട്ടൻ എന്താക്കും, നിങ്ങൾക്ക് വന്നിട്ട് ചെയ്തുതരും. അപ്പൊ ആകാശമാരിയിൽ പകലിറച്ചും കാലാന്തരങ്ങൾക്കു നീക്കുപറ്റി കരുണാകരങ്ങളിൽ ലോകം ചുറ്റി ആലം നിതാ നെഞ്ചോരം വാഴും കനിവിൻ ബഹ്റല ഉയരുകയായി മന്നാന്റെ ചാരേരാവിൻ നിശയിൽ അണഞ്ഞുള്ള തിരുദൂതരായി കണ്ണത്താ ദൂരത്തായി ലങ്കി മിന്നും പതി ചെന്നത്താൻ ചാരത്തായി ജന്നത്തിൻ തോപ്പ് റൗളാവനി നെഞ്ചോരം വാഴും കനിവിൻ ബഹ്റല ഉയരുകയായി മന്നാന്റെ ചാരേരാവിൻ നിശയിൽ അണഞ്ഞുള്ള തിരുദൂതരായി കണ്ണത്താ ദൂരത്തായി ലങ്കി മിന്നും പതി ചെന്നത്താൻ ചാരത്തായി ജന്നത്തിൻ തോപ്പ് റൗളാവനി. മനുഷ്യർക്കൊപ്പം എന്നതാണ് വ്യത്യസ്തമായ പരിപാടികളുടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പരിപാടിയാണ് ജനുവരി 1 മുതൽ 17 വരെ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരത്ത് സമാപിക്കുന്ന കേരള യാത്ര. മനുഷ്യർക്കൊപ്പം ഈ യാത്ര മനുഷ്യനെ മനുഷ്യനായി കാണാൻ, പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും മതേതരത്വവും ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രമേയം അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, മനുഷ്യത്വത്തിന് വില കൽപ്പിക്കേണ്ടവരാണ് സമൂഹം. അവിടെ ജാതിയുടെയോ മതത്തിന്റെയോ അതിർവരമ്പുകളില്ലാതെ നമുക്ക് ഒരേ രാജ്യത്തിന്റെ മക്കളാണെന്ന നിലയിൽ ഇവിടെ വളർന്നു വരണമെന്നും അതിനുവേണ്ടി സംഘടിക്കണമെന്നും അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്നും ആഗ്രഹിക്കുന്ന ലക്ഷ്യമുള്ള സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ജാതിയും മതവും പറഞ്ഞുകൊണ്ട് തമ്മിൽ തല്ലേണ്ടവരല്ല. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അതല്ല. അഥവാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അനുയായികളോടൊപ്പം ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ ഇതര മതസ്ഥരായ ഒരാളുടെ മൃതദേഹം ചുമന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലൂടെ കടന്നു പോവുകയാണ്. ഈ സമയത്ത് അനുയായികളോടൊപ്പം ഇരുന്നിരുന്ന പ്രവാചകൻ അവരുടെ എഴുന്നേറ്റ് നിൽക്കുന്നു. സഹാബാക്കളാം പറഞ്ഞു, അത് ഒരു അന്യമതസ്ഥനായ ആളുകളുടെ മൃതദേഹമല്ലേ പ്രവാചകരെ, താങ്കൾ എന്തിനാണ് എഴുന്നേറ്റുന്നത് ചോദിച്ചപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി അത് മനുഷ്യന്റേത് എന്നാണ്. അഥവാ മനുഷ്യത്വത്തെ സ്നേഹിക്കുവാൻ വേണ്ടി, മനുഷ്യത്വത്തിന് വില കൽപ്പിക്കുവാൻ വേണ്ടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ആ പ്രവാചകരുടെ അനുയായികളാണ് ഈ ഉമ്മത്ത്. ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുന്ന വലിയ പണ്ഡിത സഭയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ.
മഹാനായ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദും സുൽത്താൻ കാന്തപുരം ഉസ്താദും മഹാനായ മുഹമ്മദ് സാദാത്ത് മുമ്പോൽ തങ്ങൾ അടക്കമുള്ള വലിയ നേതൃത്വത്തിന്റെ പിന്നിൽ ഈ പ്രസ്ഥാനം സജ്ജമാണ്. ഈ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശക്തമായ പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനിക്കുകയും അൽഹംദുലില്ലാഹ് അതിന്റെ വ്യത്യസ്തമായ പരിപാടികൾ നടന്നു വരികയാണ്. ഈ മനുഷ്യത്വം എന്ന പ്രമേയം തീർച്ചയായും കാലികമാണെന്ന് നമുക്ക് കൂടുതലായി ബോധ്യപ്പെടുത്തേണ്ടതില്ല. നമുക്കറിയാം, നിമിഷപ്രിയ എന്ന ഒരു ഇതര മത സഹോദരി കേരളത്തിലേക്ക് അടുക്കുമ്പോൾ മഹാനായ സുൽത്താൻ കാന്തപുരം ഉസ്താദ് ഇടപെട്ടുകൊണ്ട്, ഇന്ത്യ രാജ്യത്തിന് പോലും സാധിക്കാത്ത വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട്, അവിടുത്തെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അരുത് സഹോദര എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലേക്ക് പോകുന്ന ആ ഇതര മനസ്ഥയായ സ്ത്രീയെ ഈ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നെങ്കിൽ ഈ മുദ്രാവാക്യത്തിന്റെ പ്രസക്തി ലോകം അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്ക് സമൂഹത്തോട് പറയാനുള്ളത്. ഇവിടെ പരസ്പരം കലഹിക്കേണ്ടവരല്ല, ജാതിയും മതവും വിളിച്ചു പറയേണ്ടവരല്ല, മറിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ മക്കളായി ഏകോദര സഹോദരന്മാരി ജീവിക്കുക, അതിനുള്ള പ്രവർത്തനങ്ങളും പ്രഖ്യാപനങ്ങളും പ്രചരണങ്ങളുമാണ് ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഞാൻ സൂചിപ്പിച്ച കേരള യാത്ര ഇൻഷാ അല്ലാഹ് വരുന്ന 1-ാം തീയതി, ജനുവരി 1-ാം തീയതി കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം സമാപിക്കുകയാണ്. അതിന്റെ ഔപചാരികമായ വിളംബരമാണ് ഇവിടെ നടക്കുന്നത്. സാധാരണമായി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരും ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹവും സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് സാറ്റക്കോയത്തങ്ങൾ സഞ്ചിക്കൽ സ്വാഗതം ആശംസിക്കുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ അധ്യക്ഷൻ സയ്യിദ് അസൽ അഹ്മദ് തങ്ങളാണ്. ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിലെ ഔപചാരിക ഉദ്ഘാടനം ചെയ്യുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ജാമിഅ സയ്യിദിന്റെ പ്രസിഡന്റുമായ ഖുദ്വത്തുൽ സാദാത്ത് സയ്യിദ് കെ.എസ്. സാറ്റക്കോയത്തങ്ങൾ മുൻപുലവറുകളാണ്. ബഹുമാന ആദരവോടെ സ്വാഗതം ആശംസിക്കുന്നു. അല്ലാഹു എല്ലാവർക്കും ആഫിയത്ത് നൽകുമാറാകട്ടെ. ആമീൻ. മുഖ്യ പ്രഭാഷണം നടത്തുന്ന കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന കാര്യാലയ കുറ്റമ്പാറ റഹ്മാൻ ദാരിമി ഉസ്താദ് സ്ഥലത്തെത്തിയിട്ടുണ്ട്, സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ഇവിടെ പദ്ധതി സംസ്ഥാന സെക്രട്ടറി മജീദ് കക്കാട് സാഹിബ് സ്വാഗതം ആശംസിക്കുന്നു. വേദിയിലുള്ള ഒരുപാട് വിശിഷ്ടതിഥികളുണ്ട്. നമ്മുടെ ഈ മണ്ഡലത്തിൽ പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു അവറുകൾ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട തിരക്കിലിടയിൽ നമ്മുടെ പരിപാടിക്ക് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും സ്വാഗതവും സന്തോഷം അറിയിക്കുന്നു. അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം 1400 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ചാരത്ത് മുറപ്പെട്ട് കിടക്കുന്ന മഹാനായ മാലിക് ദിനാർ മുഹമ്മദ് തങ്ങൾ ഇസ്ലാമിന്റെ സന്ദേശവുമായി കേരളക്കരയിലെത്തുന്നു. അന്ന് മുതൽ ഇന്ന് വരെ 1400-ലധികം വരുന്ന വർഷങ്ങൾ ഈ രാജ്യത്ത് വളരെ സമാധാനത്തോടും സൗഹാർദ്ദത്തോടും എല്ലാ സമുദായങ്ങളും ഒന്നിച്ച് ജീവിക്കുകയും വിവിധ മതം അനുശാസിക്കുന്നതനുസരിച്ച് അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ആശയങ്ങളും ഇവിടെ നിലനിൽക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മനുഷ്യനായി കാണില്ല എന്നതാണ് നമ്മുടെ തത്വം. അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും, അത് ഊതി നിരൂപിക്കുന്നതിന് പകരം കത്തുന്ന തീരേക്ക് വെള്ളമൊഴിച്ച് അതിനെ കടത്തുക എന്നുള്ളത് പോലെ സമാധാനത്തിന്റെ സന്ദേശം അവിടെ എത്താം. ആ സന്ദേശം എത്തിച്ച മഹാത്മാക്കളായ ആത്മീയ നേതാക്കന്മാരാണ്. മാലിക് ദിനാർ മുതൽ ഇന്ന് വരെ നമുക്ക് എടുത്തു നോക്കിയാൽ
കാണാൻ സാധിക്കും. ഇതാണ് സംഗീതന്മാർ, ആരിഫ്യങ്ങൾ, ഔലിയാക്കൾ, പണ്ഡിതന്മാർ, അത് പരമ്പരാക്കളായ നേതൃത്വം എല്ലാം ആ ഉത്തരവാദിത്വമാണ് ഇവിടെ നിർവഹിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാമെന്നൊരു ചരിത്രം. നേതാവാണ് കുറ്റിച്ചെറിയിലാണ് അദ്ദേഹത്തിന്റെ വീടും അന്ത്യവിശ്രമം കൊള്ളുന്നതും കോഴിക്കോട് കുറ്റിച്ചെറിയിലാണ്. തങ്ങളെ സന്ദർശിക്കാൻ ടിപ്പു സുൽത്താൻ വന്നു എന്നും ആ സമയത്ത് തങ്ങൾ അന്നത്തെ സാമൂതിരി രാജാവുമായി ബന്ധപ്പെടുകയും സാമൂതിരി രാജാവ് നിങ്ങൾ സ്ഥലം അനുവദിക്കണം വലിയൊരു കുളത്തിൽ. ടിപ്പു സുൽത്താനോട് പറയുന്നു, കുളം നിങ്ങൾക്ക് വെച്ചു തരണം. ഇതാണ് നമ്മൾ അറിഞ്ഞ ശേഷം. അതാണ് ഇന്നത്തെ മാനാഞ്ചിറ കുളം. മാനാഞ്ചിറ മൈനാണ് കോഴിക്കോട്ടെ. ഞാൻ ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. അതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുന്നത് എന്താണ്? അവിടെ നിന്നും വർഗീയതയില്ല, മനുഷ്യർക്കാണ് വെള്ളം. അതിന് ജാതി നോക്കിയോ മതം നോക്കിയോ സമുദായം നോക്കിയോ അല്ല വെള്ളം കുടിക്കുന്നത്. ഈ നിലയ്ക്ക് വളരെ സൗഹാർദ്ദത്തോടെ നീങ്ങിയ ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. പിൽക്കാലത്ത് മലക്കൽ മുല്ലക്കോയ അവരുടെ നേതൃത്വത്തിലായി ഈ സമുദായത്തിന് നാടിന് നേതൃത്വം നൽകാൻ, ആത്മീയമായ ചൈതന്യം നൽകാൻ മതപണ്ഡിതന്മാർ നേതൃത്വം വേണമെന്ന് ആലോചിക്കാനാണ് വളർത്തിക്കൊണ്ടുവരുവാനും മഹത്തായ പണ്ഡിത സംഘടനയായ സമസ്ത കേരള ജമീയത്തിനുള്ള നേതൃത്വം നൽകി. നമുക്ക് കാണാം എത്ര സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസം മൗലിക പ്രധാന ആവശ്യമാണ്. അതുപോലെ എല്ലാ വിഷയങ്ങളും ഞാൻ കാരണമായി ഈ രാജ്യത്തിന്റെ കെട്ടുറപ്പും സൗഹാർദ്ദവും ഐക്യവും നിലനിർത്തലല്ലാതെ അതിന് പുറത്തെടുക്കുന്ന ഒന്നും ഉണ്ടായിട്ടില്ല. ഈ 100 വർഷം ഇനി ഉണ്ടാവുകയുമില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. കേരള യാത്ര തുടങ്ങുകയാണ്. കേരളം ശല്യമായിട്ട് നേതൃത്വം അതിപടർന്ന് തുടങ്ങി തിരുവനന്തപുരത്തെത്തുമ്പോൾ സൗഹാർദ്ദത്തിന്റെ നിലനിൽപ്പിന്റെ ഒന്നും കൂടി ശക്തിപ്പകരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാ മതക്കാരുമായും എല്ലാ രാഷ്ട്രീയക്കാരുമായും സഹകരിച്ചുകൊണ്ട് നല്ലൊരു സന്ദേശയാത്രയായി അത് മാറും. അതിന് നിങ്ങളെല്ലാവരും ഇന്നു മുതൽ സഹകരിച്ച് പ്രവർത്തിക്കണം എന്ന് ഞാൻ നോക്കുകയാണ്. കഴിഞ്ഞ് ഇവിടെ നടക്കുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫതഹ്നാ ലക ഫതഹൻ മുബീനാ എന്ന പരിശുദ്ധ വാക്യത്തോടെ ഈ കാസർഗോഡ് പുതുമാനൂരിൽ നിന്നും ആരംഭിച്ച് തിരുവനന്തപുരത്തെത്തുന്ന സന്ദേശ കേരള യാത്രയാണ്. വിജയിപ്പിച്ചേർത്ത് അതുകൊണ്ട് തന്നെ കിട്ടിയ അവസരം നന്നായിട്ട് പ്രവർത്തിക്കാൻ, നമ്മുടെ മഹാന്മാരോടുകൂടെ ആ കൂടെ ബാക്കിലായി അണിചേർന്ന് പ്രവർത്തിക്കാൻ എല്ലാ നിലക്കും നമ്മൾ തയ്യാറെടുക്കണം. അല്ലാഹു തആല നമുക്ക് ആ യാത്രയിൽ അതിൻ്റെ ശേഷമുള്ള 100ാം വാർഷികവും ഒക്കെ കണ്ടുകുളിർക്കാൻ കേരള മുസ്ലിം ജമാഅത്ത് വളരെ നല്ലൊരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. സമസ്തയുടെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി ഒരു 2 ആഴ്ച നിലനിൽക്കുന്ന ഒരു ബന്ധ പരിപാടി കാസർഗോഡ് ആരംഭിച്ച് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ മനുഷ്യർക്കൊപ്പം എന്ന് ആശയം. ഈ വർത്തമാന കാലത്ത് വളരെ പ്രസക്തിയുള്ള ഒരു ആശയമാണ് കേരള മുസ്ലിം ജമാഅത്ത് മുന്നോട്ട് വെക്കുന്നത്.
സംതൃപ്തമായി അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീട്ടിലേക്ക് പറഞ്ഞ് കുറേ പേര് കാര്യം വരുന്നില്ല. ഒറ്റ പ്രശ്നമുള്ളൂ, മനുഷ്യന്റെ ഒന്നാണ്. ഒന്നായിരുന്നില്ലേ ഇനിയും നമുക്ക് അങ്ങനെ വരില്ലേ? ഈ എന്താണ് മനുഷ്യൻ വ്യത്യാസമുള്ളത്? ആരാണ് വ്യത്യാസം ഉണ്ടാക്കിയത്? അത് ഈ അഥവാ അങ്ങനെ ഒരു വ്യത്യാസം പല കാലത്തും വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ പേര് വെറുപ്പും വിദ്വേഷവും കണ്ടുകൂടായ്മയും ഒക്കെ വേണം. ഈ ചിന്ത നമുക്ക് സമൂഹത്തിൽ തുടർന്നു കൊടുത്തേ അഥവാ ജീവനുകൾ ഒന്നു മാത്രമാണ് മനുഷ്യൻ. ഏകകോശ ജീവി മുതൽ ബഹുകോശ ജീവികൾ വരെ, കടലിൽ ജീവിക്കുന്ന അഥവാ വെള്ളത്തിൽ ജീവിക്കുന്ന, കരയിൽ ജീവിക്കുന്ന, കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന, നമുക്ക് കാണാൻ പറ്റുന്ന കാണാൻ പറ്റാത്ത എത്രയോ ജീവനുണ്ട്. ആണ് ജീവൻ. അതിൽ അതിസങ്കീർണവും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒന്നാണ് മനുഷ്യൻ. ജനിച്ചാൽ സഞ്ചാരം മരണത്തിലേക്കാണ്. അതിൽ പാട്ടിൻ്റെ കണ്ടിട്ടില്ലേ? ജനിച്ചത് മുതൽ പിന്നെ ഞാൻ സഞ്ചരിക്കുന്നത് മരണത്തിലേക്കാണ്. ആ ഒരു കാലഘട്ടം, ആ ഒരു പീരീഡാണ്, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടമാണ്. ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെയുള്ള കാലഘട്ടമാണ് നമ്മുടെ ജീവിതം. ആ ജീവിതത്തിൽ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ സമൂഹത്തോട്, നമ്മുടെ പ്രകൃതിയോട്, നമ്മുടെ ഭൂമിയോട്, നമ്മുടെ സഹജീവിയോട്, അത് മനുഷ്യ സ്നേഹപരവും പ്രകൃതി സ്നേഹപരവും സഹജീവി സ്നേഹപരവും ഒക്കെ ആകുമ്പോഴാണ് സാർത്ഥകമാകുന്നത്. മരണത്തിൻ്റെ പേര് ഒരു വിവേചനവും പാടില്ല എന്ന് എല്ലാ മനുഷ്യ സമൂഹം മൊത്തത്തിൽ ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ എല്ലാവരും മനസ്സുകൊണ്ട് സ്വീകരിക്കുമ്പോൾ, അന്ന് നമുക്ക് അങ്ങനെ ഒരു കാലത്തെക്കുറിച്ച് നമുക്ക് സ്വപ്നം കാണാം. ഒരു തരത്തിലും വിവേചനമില്ലാത്ത എല്ലാവരെയും ഒരുപോലെ കാണാം. അതിന് മതവും ഒരു തടസ്സമേ അല്ല. മതത്തിൻ്റെതായ ഒരു ജീവിതമുണ്ട്. അതൊരു കാലഘട്ടം നമുക്ക് നൽകിയതാണ്. അത് ഉണ്ടായേ പറ്റും. അതുകൊണ്ടാണ് മനുഷ്യൻ ഇന്നത്തെ നിലയിലെങ്കിലും ജീവിക്കുന്നത്. നേരത്തെ മുമ്പോട്ടങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. 1400 വർഷം മുമ്പ് ഈ മാരുതിനാറും സംഘവും നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ അന്ന് ചേരമാൻ പെരുമാൾ തൃശ്ശൂരിൽ അവരെ സ്വീകരിക്കുന്ന സമയത്ത് അവരുടെ മതം നോക്കിയിരുന്നില്ല. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് എന്നവർക്ക് അന്നത്തെ സമൂഹത്തിൽ തോന്നി. ഒരു ഘട്ടത്തിൽ ചേരമാൻ പെരുമാൾ തന്നെ ഇസ്ലാം മതത്തിലേക്ക് പോവുകയും ഒരു കാലത്തിൻ്റെ പ്രത്യേകത. കാരണം ആ ശരിയെന്ന് തോന്നിയില്ലെന്ന് പോകുമായിരുന്നു. അപ്പോൾ അന്ന് അവരെ സ്വീകരിച്ചു. ചോപ്പ്, ഞങ്ങളെ സാധാരണ ചോപ്പ് വരവാലിയായിട്ട് സ്വീകരിച്ചു. കാരണം വന്നപ്പോൾ അവരെ ആട്ടി ഓടിക്കൽ ചെയ്തു. വേണമെങ്കിൽ ഇപ്പോൾ ചിലർ പറയുന്നില്ലേ, ഇവിടെ മതപരിവർത്തനം നടത്തുന്നു, അതിനു വേണ്ടിയിട്ട് ഭയങ്കര പിന്നെ ആക്രമണം കാണിക്കുന്നു എന്നൊക്കെ പറയുന്ന ആളുകളോട് ചോദിക്കാനുള്ളത്. അന്ന് ഒരു ചെറിയ സംഘടന വന്നു. അതല്ല, നമുക്ക് ഭാഷ പോലും അറിയില്ല, ഈ നാടിൻ്റെ ഭാഷ പോലും അറിയില്ല. പക്ഷേ ഈ 5-8 ആളുകൾ മാത്രം പറഞ്ഞിട്ട് എങ്ങനെ ബാക്കി ആരെങ്കിലും അവർ അതിക്രമിക്കുകയോ എന്തെങ്കിലും ചെയ്തു. പക്ഷെ എങ്ങനെ അവർ ബാക്കിയുള്ളവരെ മുഴുവൻ സ്വീകരിച്ച്, അത് ബാക്കിയുള്ളവരെ മുഴുവൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഒപ്പം കൂട്ടി ഉണ്ടായ ഒരു ജനതയായിരുന്നു. ആ ജനതയുടെ മനസ്സിലേക്ക് എങ്ങനെ പിന്നീട് വിദ്വേഷത്തിൻ്റെ കാര്യങ്ങൾ വന്നുവെന്നാണ് അത് അർത്ഥവത്തായ വിശ്വസിച്ചത്. ആ വിദ്വേഷത്തിൻ്റെ കാര്യങ്ങൾ വരാൻ കാരണം മതത്തെ രാഷ്ട്രീയമാക്കി. മതത്തെ എപ്പോൾ രാഷ്ട്രീയമാക്കുന്നുവോ അപ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. മതം മതത്തിൻ്റെതായ രീതിയിലും രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെതായ രീതിയിലും രണ്ട് വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ കുഴപ്പമുണ്ടാകില്ല. രാഷ്ട്രീയാധികാരത്തിന് വേണ്ടി മതത്തെ ഉപയോഗിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നത്. അപ്പോൾ ഇതിലെല്ലാം പ്രകടമാകും. അതെത്തി വർഗീയവാദമായി, തീവ്രവാദമായി, എന്തുമാവാം. ഇവിടെ
മനുഷ്യൻ പറഞ്ഞല്ലോ മതരാഷ്ട്രം സ്ഥാപിക്കുന്നു എങ്കിൽ പ്രശ്നത്തിൽ ഒന്നാണല്ലോ ഒരു വാദം മതരാഷ്ട്രം നമ്മുടെ സമൂഹത്തിൽ മനുഷ്യന്റെ നന്മക്കും കൂട്ടായ്മക്കും അത് ഗുണകരമാണോ എന്ന് ചോദിക്കുന്നു. നമുക്ക് മതരാഷ്ട്രമല്ല പ്രശ്നം, മതേതര രാഷ്ട്രം. മതരാഷ്ട്രം എന്നതിനേക്കാൾ പ്രധാനം അല്ലെങ്കിൽ മതരാഷ്ട്രം എന്ന ആശയമല്ല, മതേതര രാഷ്ട്രമാണ്. എല്ലാ മനുഷ്യരും, എല്ലാ മതത്തിൽപ്പെട്ടവർക്കും, എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും, എല്ലാ ചിന്തയിൽപ്പെട്ടവർക്കും, ഏത് രാജ്യത്ത് ജനിച്ചവർക്കും, ഏത് കാലാവസ്ഥയിൽ ജനിച്ചവർക്കും, ശരീരപ്രകൃതി കൊണ്ട് വ്യത്യസ്ത തരങ്ങളിലുള്ളവർക്കും എല്ലാവർക്കും, മനുഷ്യനായ എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് മതേതരത്വത്തിൽ മാത്രമാണ്. ഇന്ത്യൻ സാഹചര്യത്തിൽ കൂടുതൽ പ്രസക്തമാണ്. ഇന്ത്യ ബഹുമതങ്ങളുടെ ഒരു കേന്ദ്രമാണ്. എല്ലാ മതങ്ങളുടെയും ഇവിടെ ജനിച്ച മതങ്ങളുണ്ട്, മറ്റ് രാജ്യങ്ങളിൽ നിന്നും വന്ന മതങ്ങളുമുണ്ട്. ജനിച്ചാലും വന്നാലും ഒരു മതത്തിൻ്റെ ആശയവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ജനസമൂഹം വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം ഉൾക്കൊള്ളണം. എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളണമെങ്കിൽ മതേതരത്വത്തിൻ്റെ വേണം. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടിയ ഘട്ടത്തിൽ നമ്മുടെ ഭരണഘടന നിർമ്മിക്കുമ്പോൾ അന്നത്തെ ദേശീയ നേതൃത്വം വലിയ മഹാന്മാരായ നേതാക്കളുണ്ട്, അത് എല്ലാ മതക്കാരുമുണ്ട്. അവരെല്ലാം കൂടി തീരുമാനിച്ചത് ഒരു വിഭാഗം നമുക്ക് ഇന്ത്യ പാക് വിഭജനം വന്നല്ലോ പറഞ്ഞു, പാകിസ്ഥാൻ ഇസ്ലാമിക രാഷ്ട്രമായി, ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാകണം എന്ന് ബാധിച്ചവരുണ്ട്. പറഞ്ഞു അല്ല, ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ് എന്ന് അന്ന് ശക്തമായി പറയുക മാത്രമല്ല ഭരണഘടനയിൽ നോക്കി എന്നിട്ട് അത് നടപ്പിലാക്കാൻ ശ്രമിച്ചു. എല്ലാവരും കൂടെ രാഷ്ട്രം. അതിൻ്റെ അർത്ഥത്തിലേ ഉള്ളൂ, എല്ലാ മതങ്ങൾക്കും തുല്യാവകാശം. ഏതെങ്കിലും മതത്തിൻ്റെ ആളുകൾ എണ്ണം നോക്കിയിട്ട് വലിയ ചെറുത് ഒരു ഭൂരിപക്ഷം അതിന് ഒന്നുമില്ല. എല്ലാ മതങ്ങൾക്കും തുല്യാവകാശം. ആരാധനാലയങ്ങൾ പണിയുന്നതിന്, വിശ്വാസ പ്രമാണങ്ങൾ കൊണ്ടെടുക്കുന്നതിന് എല്ലാ മതങ്ങൾക്കും തുല്യാവകാശം. എന്നാൽ ഒരു പ്രശ്നമുണ്ട്, മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ ചിലപ്പോൾ കയ്യേറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മതന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക പരിരക്ഷ. ഈ മതന്യൂനപക്ഷങ്ങൾക്കുള്ള പരിരക്ഷ അത് ഇവിടെ മാത്രമല്ല, ലോകത്തെല്ലാ രാജ്യങ്ങളിലും അവിടെ അതിലുണ്ടല്ലോ മതന്യൂനപക്ഷങ്ങൾ. ഇവിടുത്തെ മതന്യൂനപക്ഷമല്ല, മറ്റൊരു രാജ്യത്തെ മതന്യൂനപക്ഷം, അവർക്കെല്ലാം പരിരക്ഷ കൊടുക്കുന്നുണ്ട്. പരിരക്ഷ വേണം. അവിടെ ഒരു മതേതര രാഷ്ട്രത്തിന് വേണ്ടി നമ്മളെല്ലാം യോജിച്ച് തോന്നി മനുഷ്യൻ ഏകോദര സഹോദരങ്ങളാണ് എന്ന ആശയം ജനങ്ങളിലേക്ക് എത്തിക്കുകയും തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരെയും കുട്ടികളെയും അവരെ നേർവഴിക്ക് കൊണ്ടുവരികയും ചെയ്യാം എന്നതാണ് നമ്മൾ ഓരോരുത്തരുടെയും കടമ. അക്കാര്യത്തിൽ ഈ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും അതിനുവേണ്ടി ജീവിതം തന്നെ സമർപ്പിച്ചവരാണ് എന്ന് നല്ല ബുദ്ധിമുട്ടുണ്ട്. ആരെങ്കിലും ഇതിന് വിരുദ്ധമായിട്ട് ഒരക്ഷരം സംസാരിക്കുമ്പോഴല്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്നത്തെ നിലയിലല്ല നമ്മുടെ സമൂഹം ഉണ്ടാകുക. ഇന്നത്തെ നിലയിലേക്ക് സമൂഹത്തെ എത്തിക്കുന്നതിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരേവ് സംഭവിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നതിൽ മുമ്പത്തിൽ നിൽക്കുന്നവരാണ് ഇരിക്കുന്നവരും മുമ്പിലിരിക്കുന്നവരും എല്ലാവരും തന്നെ. അതുകൊണ്ട് നമുക്ക് മനുഷ്യർക്കായി, മനുഷ്യനെ ഒന്നായി കാണാൻ വേണ്ടിയുള്ള ഈ ആശയം എല്ലാവരും ധരിപ്പിക്കണം. അത് ഈ കേരള മുസ്ലിം ജമാഅത്തിന്റെ മാത്രം ഒരു മുദ്രാവാക്യമല്ല, മനുഷ്യരാശിയുടെ മൊത്തം ഒരാശയമാണ്, മുദ്രാവാക്യമാണ്. അത് നമുക്ക് കേരളീയ സമൂഹത്തിൻ്റെ, ഇന്ത്യൻ സമൂഹത്തിൽ മൊത്തത്തിലെത്താം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ ജനുവരി മാസം ആരംഭിക്കാൻ പോകുന്ന കേരള യാത്രയുടെ ഒരു വിളംബരത്തിന് വേണ്ടി ഇവിടെ ഒത്തുചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. നമ്മളിൽ നിന്നും അകന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഈ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പുതുവർഷത്തിൽ ആരംഭിക്കുന്ന യാത്ര അത് കേരളം മാത്രമല്ല, മനുഷ്യത്വം ആഗ്രഹിക്കുന്ന ആരും അത് ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരും എന്ന ഉത്തമ വിശ്വാസമാണ് നമുക്കുള്ളത്. കഴിഞ്ഞ കാലത്തിൽ കേരളത്തിൻ്റെ മാത്രമല്ല പൊതു ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ കേരള മുസ്ലിം ജമാഅത്ത് ഈ രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും പ്രയാസങ്ങൾ ഏറ്റെടുത്തുകൊണ്ടും അതിനെ ഒന്നാക്കി ചേർത്തുകൊണ്ടും ആ ദൗത്യം വളരെ വിജയകരമായി ഏറ്റെടുക്കുകയും അത് കേരളത്തിൻ്റെ പൊതുസമൂഹം അംഗീകരിക്കുകയും ചെയ്ത ഒരുപാട് ചരിത്രം നമുക്കറിയാം. ഈ ചരിത്രപരമായിട്ടുള്ള നിയോഗം അത് ഏറ്റെടുക്കും എന്ന കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഉത്തമ വിശ്വാസമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നടത്തിയ പോരാട്ടം അത് വിജയിപ്പിച്ചതുപോലെ തന്നെ നാളുകളിൽ നമ്മൾ തുടങ്ങുവാൻ വേണ്ടി പോകുന്ന ഈ ചരിത്രപരമായിട്ടുള്ള നിയോഗം അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് കേൾക്കാൻ ഇനിയും ആഗ്രഹിക്കുന്നതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ്
ഇലക്ട്രോമാഹിനാക്കിയാണ് ഈ പരിപാടി പകരക്കാരനായി പങ്കെടുക്കുകയാണ്. ഏറ്റവും ഉജ്ജ്വലമായ ഒരു സന്ദേശം കേരളക്കരയിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനുവരി 1-ാം തീയതി മുതൽ 17-ാം തീയതി വരെ കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന കേരള യാത്ര, അതിൻ്റെ വിളംബരം തന്നെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു സംഗമമായി തീർന്നിരിക്കുന്നു എന്ന് ഞാൻ അഭിപ്രായപ്പെടുകയാണ്. ഇവിടെ വേദിയിൽ നിന്ന് നിങ്ങൾ കാണാത്ത ഒരു കാഴ്ച ഞങ്ങൾ കണ്ടത്, നിങ്ങളുടെ സംഘാടകരുടെ കണക്കുകൂട്ടൽ പ്രകാരം ഈ ഹാള് അതിൻ്റെ നീളത്തിൻ്റെ ഒരു അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുമ്പോൾ അതിൻ്റെ പിറകുള്ള അതിർത്തി നീട്ടി ഈ ഹാളിൻ്റെ നീളം കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. സംഘാടകരുടെ കണക്കുകൂട്ടി തെറ്റിച്ചുകൊണ്ടുള്ള ജനസാന്നിധ്യം ഈ വിളംബര പരിപാടിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെ ഈ ജാഥ അതിൻ്റെ തുടക്കം കുറിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ഉദ്ഘാടന പരിപാടി അടക്കം വലിയ വിജയമാകും എന്ന തോന്നൽ നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യമാണ്. ഏറ്റവും മഹിതമായ ഒരു മുദ്രാവാക്യം സംഘടിപ്പിക്കുന്നു. ഇതിനേക്കാൾ ഉജ്ജ്വലമായ മനുഷ്യപ്പറ്റുള്ള മനുഷ്യനന്മയ്ക്ക് വേണ്ടിയുള്ളൊരു സന്ദേശം ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ഒരു പരിപാടിയും ഒരു ജാഥക്കും സാധ്യമല്ലാത്ത വിധം മനുഷ്യരോടൊപ്പം എന്ന മുദ്രാവാക്യം. നാം എല്ലാവരും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഇവിടത്തെയും അവിടത്തെയും അല്ലെങ്കിൽ പാരത്രികവും ഇവിടുത്തെ ഇഹലോകത്തും പരത്തുമുള്ള ഗുണവും പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ എല്ലാ നന്മ നിറഞ്ഞ പ്രവർത്തനവും സർവജ്ഞനായ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിളംബര ജാഥ അടുത്ത ജനുവരിക്ക് അതിൻ്റെ ഗൗരവമെന്ന നിലയിൽ ആ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുമാണ് കേരളത്തിലുടനീളം ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, ജനങ്ങളൊക്കെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ കടിച്ചു ചീയുന്ന ഒരവസ്ഥ വന്നപ്പോൾ അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാക്കണം എന്നുള്ളതിൻ്റെ ഒരു അർത്ഥത്തിലാണ് സമസ്ത എന്ന് മുന്നോട്ട് പോകുന്നത്. ഇത് കേരളത്തിന് മാത്രം മാതൃകയായാൽ പോരാ, ഇന്ത്യയിൽ ഉടനീളം ഇതിന് മാതൃകയാകാൻ ഈ സംഘടനയ്ക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇതിൻ്റെ മുന്നോടിയായി പ്രവർത്തിക്കുന്ന ഇതിൻ്റെ പണ്ഡിതന്മാർക്ക് അള്ളാഹു ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്നുകൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് മതസൗഹാർദ്ദം. ഇന്നിവിടെ ഉസ്താദന്മാരൊക്കെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതുപോലെ നമ്മളൊക്കെ എല്ലാ ജാതി മതസ്ഥരുമായുള്ള ബന്ധങ്ങൾ വളരെ കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. കാരണം മുൻകാലങ്ങളിലൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അന്നത്തെ സ്കൂളിൽ ക്ലാസ്സിലൊക്കെ എല്ലാ ജാതി മതസ്ഥരും ഒന്നിച്ചു പഠിക്കുന്ന കാലഘട്ടമായിരുന്നു. ഉദാഹരണത്തിന് ഞങ്ങളൊക്കെ ചന്ദ്രഗിരി സ്കൂളിൽ ഞാനൊക്കെ ഇവർക്ക് ഞങ്ങളൊക്കെ ഒന്നിച്ചു പഠിക്കുമ്പോൾ അന്ന് കൃഷ്ണനും രാമനും നാരായണനും ജോസഫും ഒക്കെ ഒന്നിച്ച് ക്ലാസ്സിലിരുന്ന് പഠിക്കുമ്പോൾ പെരുന്നാളിൽ മതസ്ഥരെയും സ്ഥാപനങ്ങളിലേക്ക് ഏറ്റെടുക്കുവാനും അവർക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കുവാനും എല്ലാവരും മുന്നിട്ട് ഇറങ്ങണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ സംരംഭമായി മുന്നോട്ട് പോകുന്ന ഈ കേരള മുസ്ലിം ജമാഅത്ത് കേരള യാത്രയുടെ ഈ വിളംബര ഉദ്ഘാടനത്തിന് ഇതിന് അവസരം തന്ന സംഘാടകരോട് നന്ദി പറയുകയാണ്. ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും അവരുടെ എല്ലാ സഹായ വാഗ്ദാനങ്ങളും ഇവിടെ ഉറപ്പുവരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ പരിപാടി തീരുന്നത് വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഞാൻ ആദ്യമായി അറിയിക്കുന്നു. ഏതായാലും ഒരുപാട് ആളുകൾ ഇനിയും മനുഷ്യരാകാനുണ്ട് എന്ന മനുഷ്യർക്കൊപ്പം എന്നുള്ള വലിയ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാലത്തിനനുസരിച്ച് നല്ല നല്ല മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച് കേരള മുസ്ലിം ജമാഅത്ത് നടത്തുന്ന എല്ലാ പ്രവർത്തനത്തിനും PDP എന്ന പ്രസ്ഥാനം നിങ്ങളോടൊപ്പം ഉണ്ടാകും
മാത്രമാണ് ഈ മൈക്കൊക്കെ മുമ്പിൽ നിന്നത്. ഇൻഷാ അല്ലാഹ് മുസ്ലിം ജമാഅത്ത് ഇവിടെ സംഘടിപ്പിക്കുന്ന ഈ വിളംബരത്തിൽ തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും PDPയും അതിൻ്റെ പ്രവർത്തകരും അതിൻ്റെ സംഘടനയും ഒന്നിച്ചുണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് പ്രസംഗം ദീർഘിപ്പിക്കും. പ്രവർത്തകന്മാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ബഹുമാനപ്പെട്ട സയ്യിദ് ഹസൻ അലി തങ്ങൾ, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട സയ്യിദ് കുമ്പുൽ ഇവിടെ വിശാലം നടത്തിയ കൂറ്റമ്പാറ ഉസ്താദ് മജീദ് ഖത്താർ അടക്കമുള്ള നമ്മുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. കുറച്ചായല്ലോ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പൊ SIR അല്ലേ നാട്ടിലെ വിശേഷം? എന്റെ മോന്റെ പേര് അവസാനം നടത്ത SIR ലിസ്റ്റിലില്ല. ഹേയ്, പ്രോബ്ലം ഒന്നും ഇല്ലടോ. എന്റെ മോനും അതിലില്ല. കാരണം അവസാനം SIR നടന്ന 2002 നമ്മുടെ കുട്ടികൾക്ക് 18 വയസ്സായിട്ടില്ലായിരുന്നല്ലോ. പക്ഷേ നമ്മുടെ പേര് അതിലുള്ളത് കൊണ്ട് BLO വീട്ടിൽ വരുമ്പോൾ ആ വിവരങ്ങൾ കൊടുത്താൽ മതി. അപ്പോൾ അച്ഛനമ്മമാരുടെ പേര് പഴയ SIR ലിസ്റ്റിലുണ്ടായാൽ ഡോക്യുമെന്റ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലേ? ഒന്നുമില്ല. ബന്ധുക്കളുടെയോ വിവരങ്ങളായാലും മതി. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ മാത്രം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും രേഖകൾ കൊടുക്കേണ്ടി വരും. അതും ഇപ്പോഴല്ല, വെരിഫിക്കേഷന്റെ സമയത്ത്. അപ്പൊ ഇത് സിമ്പിൾ ആണല്ലേ? ഞാൻ വിചാരിച്ച് പണിയായിരിക്കുമെന്ന്. ഇപ്പൊ പേടിക്കാനൊന്നുമില്ല. 2025 ഒക്ടോബർ 27 വരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ വോട്ടർമാർക്കും BLO വീട്ടിലെത്തി എന്യൂമറേഷൻ ഫോമുകൾ നൽകും. നന്നായി, ആ ടെൻഷൻ തീർന്നല്ലോ. മോനോട് പറയാം, അവനും സമാധാനമാവട്ടെ. അതെ, ഒരു പുതിയ തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, UPI അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് പണം അയച്ചു തരികയും ശേഷം അത് തിരിച്ചയക്കാൻ ഒരു QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. QR കോഡിൽ നമുക്കവർ അയച്ചു തന്ന തുകയേക്കാൾ വലിയ തുകയായിരിക്കാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ശ്രദ്ധിക്കാതെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നഷ്ടമാകും. ഇത്തരത്തിൽ അപരിചിതർ പണം മാറി അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത്. അവരോട് NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ നിങ്ങൾക്കും NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി NPCI എന്ന വെബ്സൈറ്റിൽ കയറി കൺസ്യൂമർ എന്ന ഓപ്ഷനിലെ UPI കംപ്ലൈന്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം കംപ്ലൈന്റിലെ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകി സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് NPCI അതോറിറ്റി നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്വത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. City Gold, Gold and Diamonds, Kerala and Karnataka.